ലോകം കണ്ട ഏറ്റവും വേൾഡ്സ് മോസ്റ്റ് ഹൈലി റാങ്ക്ഡ് കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ക്രൈസിസ്, അതുപോലെ വേൾഡ്സ് ലാർജസ്റ്റ് ഹങ്കർ ക്രൈസിസ്, ഇങ്ങനെ ലോകത്തെ ഏറ്റവും ഭീകരമായ 2023 ഏപ്രിൽ 15 തുടങ്ങി നാളിന്ന് വരെ സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലുന്നത് RSS ആണോ? സുഡാനിലെ മുസ്ലിങ്ങളെയാണ് അമ്മയും കുഞ്ഞിനെയും വെടിവെച്ച് കൊല്ലുകയാണ്. അമ്മയുടെ മുമ്പ് ഒരു കുഞ്ഞിനെ കൊല്ലുന്നു. അപ്പൊ അവള് കരഞ്ഞു വിളിക്കുന്ന കൊല്ലല്ലേ, അടുത്ത കുഞ്ഞിനെ. എല്ലാം മുസ്ലിങ്ങളാണ്, അള്ളാഹുവിന്റെ ഇവർ പറയുന്ന വലിയ സൃഷ്ടികളാണ്. ആരാ കൊല്ലുന്നത്? അവിടുത്തെ SAF-ഉം അവിടുത്തെ RSF-ഉം. RSS അല്ല, RSF. ഇതാരാണ്? ബഷീറിന്റെ ഭരണകാലത്ത് ഉദിച്ചു വന്ന ഇസ്ലാമിക് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ്. UAE ആണ് അവർക്കുള്ള ആംസ് ആൻഡ് ആമ്യുനിഷൻ കൊടുക്കുന്നത്. ആരെ കൊല്ലാൻ? RSS കൊല്ലാനാണോ? അല്ല, മുസ്ലിങ്ങളെ കൊല്ലാൻ. പട്ടിണിപ്പാവങ്ങളായ മണ്ണ് തിന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പണം ചെലവഴിക്കുന്നതിനെ പറ്റി ഈ ജലീലിനോ അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ തലതൊട്ടപ്പന്മാർക്കോ വല്ലതും പറയാൻ പറ്റുമോ? നാളിന്ന് വരെ ഇവരാരെങ്കിലും സേവ് ഗാസ എന്നതുപോലെ സേവ് സുഡാൻ എന്നൊരു പോസ്റ്റ് ഇട്ട് ഒരൊറ്റ മുസ്ലിമിനെ ഈ രാജ്യത്ത് കാണിച്ചു തരാമെങ്കിൽ ഞാൻ തലമുടി പകുതി പഠിച്ചിട്ട് നിങ്ങളുടെ മുമ്പ് നിങ്ങൾ അടിമയായിട്ട് കിടക്കാം. അതാണ് ഇസ്ലാമിക ഭീകരവാദത്തിന് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ. അവർ ഒരിക്കലും വിട്ടുപറയില്ല. അതിന്റെ പേര് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ, ഇസ്ലാമിക ഭാഷയിൽ തന്നെ ഉണ്ട്, തക്കിയ. തക്കിയ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം ആസൂത്രണം ചെയ്ത ആക്രമണത്തെ ഇസ്ലാമിൽ ഒരുത്തനും ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവും അവന്റെ റസൂലും ഏതെങ്കിലും ഒരു കാര്യം തീർപ്പാക്കിയാൽ അതിനെതിരെ ഒരു വിശ്വാസിയും ഒന്നും പറയാൻ പാടുള്ളതല്ല. നരകവാസമാണ് അതിന്റെ ഫലം. ഇതറിയാവുന്ന ഇവർ നാളെ ഇപ്പോൾ എന്നെയോ ഗൗതമനെയോ ഇപ്പോൾ ഇവിടുന്ന് ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി വളരെ ഉച്ചത്തിൽ സംസാരിച്ച അദ്ദേഹമോ എന്തെങ്കിലും ഇസ്ലാമിന്റെ കൊലക്കത്തിക്ക് ഇരയാവാനുള്ള ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ ഉറ്റ സുഹൃത്ത് പോലും അയാളോട് മാറി നിൽക്കാൻ പറയില്ല. കാരണം അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. കൊല്ലാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറച്ചു പിടിക്കണം, കള്ളം പറയണം. അത് തക്കിയാണ്. എന്തിനു വേണ്ടി? ദീനിനു വേണ്ടിയുള്ള കള്ളം. അപ്പൊ ദീനിനു വേണ്ടിയുള്ള കള്ളം പറയാൻ ചെറുപ്പത്തിലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഓരോരുത്തരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ മനുഷ്യനെ കൊല്ലുന്നതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഇവർ എന്തുകൊണ്ട് സേഫ് സുഡാൻ എന്നൊരു ക്യാമ്പയിൻ ഇന്ത്യയിൽ നടത്തുന്നില്ല?